നമ്മളൊരു വീഡിയോയ്ക്ക് ഡെപ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നത് അല്ലേ. ഞാനും ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം കേട്ടോ. ഇതൊത്തി ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല രീതിയിൽ ഡെപ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പം നമുക്കതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഞാൻ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് വീണ്ടും നല്ല കത്തി ബാൻ ആവുന്നുണ്ട്. അതായത് വീഡിയോ ഫുള്ളൊരു ബാൻ ആയത് കത്തിപ്പോയി. ഈ ഡാർക്ക് ഏരിയ വീണ്ടും ഭയങ്കര ഡാർക്ക് ആവുകയും ഒരു കണക്കില്ലാതെ അതായത് ഒരു ലെവലൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് ഹൈലൈറ്റ് ഏരിയാസ് വീണ്ടും ഹൈലൈറ്റ് ആവുന്നു, ഡാർക്ക് ഏരിയാസ് വീണ്ടും ഡാർക്കായി പോകുന്നു. ഇങ്ങനൊരു പ്രശ്നം ഈ കോൺട്രാസ്റ്റിനുണ്ട്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഇങ്ങനെ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കോൺട്രാസ്റ്റിന്റെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിവറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കാണാം. ഈ വാല്യൂ നിങ്ങൾ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഈ ഒരു വാല്യൂ ഒന്ന് പ്ലസ് ചെയ്യണം കേട്ടോ. വലതോട്ട് നീക്കുവാണേ. ശ്രദ്ധിച്ച് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് ബാൻ ആയി നിന്ന ആ ഒരു എഫക്റ്റ് മൊത്തത്തിൽ മാറി. എന്നിട്ട് ഈവൺ ആയൊരു ഒരു ലൈറ്റിലോട്ട് നമ്മുടെ വീഡിയോ മാറിയിട്ടുണ്ട് അല്ലേ. ഇതുവരെ നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇന്നോട്ട് ഉപയോഗിച്ച് തുടങ്ങിക്കോ. അതായത് ഈ പിവറ്റ് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് നമുക്ക് ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കിയിട്ട് പോകാമേ. ഇത് ഇവിടെ ഈ ഒരു നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നോഡിൽ കേട്ടോ. ഇങ്ങനെ ഇരുന്നാണ്, അതായത് നല്ല ലൈറ്റ് കയറിയിട്ട് നമുക്ക് ഡെപ്ത് ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഇരുന്നൊരു വീഡിയോ ആയിരുന്നു. നമ്മളതിനെ സിമ്പിളായിട്ട് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് പിവറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ഈവൺ ലൈറ്റാക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റി. ഇനി ഈ പിവറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇമേജിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ബ്ലാക്കും റൈറ്റ് സൈഡിലായിട്ട് വൈറ്റും നിങ്ങൾക്ക് കാണാം അല്ലേ. സെൻറ്ററിലായിട്ട് ഗ്രേ ആണ്, അതായത് ഈ ബ്ലാക്കും വൈറ്റും വന്ന് മിക്സ് ആവുന്ന മിഡ് പോയിന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ സെൻറ്റർ, ഈ ഒരു സെക്ഷനെ സൂചിപ്പിക്കുന്ന ലെവലാണ് ഈ കൊടുത്തിരിക്കുന്ന 0.435 എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് നമ്മൾ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. കോൺട്രാസ്റ്റ് ഞാൻ കൂട്ടുവാണേ. കണ്ടോ, ഞാൻ കോൺട്രാസ്റ്റ് അങ്ങ് കൂട്ടി പോയ സമയത്ത് എന്ത് പറ്റി? ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയാസ് മൊത്തം, അതായത് നല്ല ഡാർക്ക് ആയിട്ടുള്ള, ഇത് നമുക്കിവിടെ വേണമെങ്കിൽ തന്നെ ഷാഡോ എന്ന് പറയാം, ഷാഡോ, അതുപോലെ തന്നെ മിഡ് ടോൺ ആയിട്ട് നിന്ന എല്ലാ കളറുകളും ഭയങ്കര ഡാർക്കായി. അതുപോലെ തന്നെ ലൈറ്റായിട്ട് നിന്ന എല്ലാ കളറും, ഹൈലൈറ്റും ലൈറ്റ്സ് ആയിട്ടുള്ള എല്ലാ വൈറ്റ് കളറുകളും എന്തു പറ്റി? നല്ല വൈറ്റായി. ഇത് തന്നെയാണ് ആദ്യം നമ്മൾ പിവറ്റ് ഉപയോഗിക്കാതെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോൺട്രാസ്റ്റ് കയറ്റിയല്ലോ, ആ സമയത്തും അതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പിവറ്റ് നമ്മൾ എത്രയായിരുന്നു, 400 സംതിങ്ങിൽ വെച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ ഇങ്ങനെ കത്തി നിന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ബ്ലാക്ക് നല്ലോണം കത്തി വന്നു, വൈറ്റ് നല്ലോണം കത്തി വന്നു. ഇതാണ് ഈ ഒരു വീഡിയോയ്ക്കും സംഭവിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? പിവറ്റ് പതുക്കെ അങ്ങ് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തപ്പോൾ ഒരു ഈവൺ ലൈറ്റ് ആയിട്ട് അത് മാറി അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഇമേജിലൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് എക്സാക്ട് എന്താണ് ആ വീഡിയോയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ പിവറ്റ് ഇൻക്രീസ് ചെയ്യുകയാണേ. കണ്ടോ എന്താ ഇവിടെ സംഭവിച്ചത്? അതായത് വൈറ്റ് അല്ല ഇവിടെ എഫക്റ്റ് ആവുന്നത്, ബ്ലാക്ക്, അതായത് ആ വീഡിയോയിലുണ്ടായിരുന്ന ഷാഡോയും മിഡ് ടോണും മാത്രം കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ആവാൻ തുടങ്ങി. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഹൈലൈറ്റിലോട്ട് ഇത് പതുക്കെ സ്പ്രെഡ് ആവുകയും വൈറ്റ് ഒന്ന് കട്ടായി, അതായത് നല്ല രീതിയിൽ ഹൈലൈറ്റ് കട്ട് ചെയ്തു. ഷാഡോയും മിഡ് പോയിന്റൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ആവാൻ തുടങ്ങി. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിവറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. വൈറ്റ് ആയിരിക്കും കൂടുതൽ ഇതിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, കണ്ടോ, വൈറ്റ് ആണ് കൂടുതൽ ഇങ്ങോട്ട് എഫക്റ്റ് ആവുന്നത്. ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് ഒന്ന് കുറയ്ക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ വൈറ്റ് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് അങ്ങ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോയിലും സംഭവിച്ചത്. നമ്മൾ വീഡിയോയിൽ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തപ്പോൾ വീഡിയോ ഓൾറെഡി ലൈറ്റ് കൂടുതലുള്ളൊരു വീഡിയോ ആയിരുന്നു അല്ലേ. ഞാൻ ഇവിടെ നോക്കിയേ, നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതൊന്ന് ഫുള്ള് റീസെറ്റ് ചെയ്യണേ. ഓക്കെ, ഇത്രയും ലൈറ്റ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഓൾറെഡി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും ആ ഉണ്ടായിരുന്ന ലൈറ്റ് വീണ്ടും ഭയങ്കരമായിട്ട് കൂടി. അപ്പം നിങ്ങൾക്ക് തോന്നും നമുക്കൊന്ന് ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പോലെയെന്ന്. പക്ഷേ ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താലും ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടില്ല. നോക്കിക്കോളൂ, കോൺട്രാസ്റ്റ് ഞാൻ കയറ്റുവാണ്. കണ്ടോ, ഒരു
ഒരു ഫീല് കിട്ടുന്നില്ല. അതായത് വൈറ്റ് അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ബാക്ക്ഗ്രൗണ്ടൊക്കെ ലൈറ്റ് ഇപ്പോഴും കയറി നിൽക്കുവാണ്. പക്ഷേ അതേസമയം ഞാനിവിടെ ഈ ഒരു ഹൈലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തില്ലേ, അത് നമുക്കൊന്ന് 0 ആക്കാം. തിരിച്ച് 0 ആക്കാം. 0 ആക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പിവറ്റിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ഞാൻ ഇത് പ്ലസ് ചെയ്യുകയാണേ. എന്താ സംഭവിക്കുമെന്ന് നോക്കിക്കോ. അതായത് നേരത്തെ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് കട്ട് ചെയ്തപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റൊക്കെ നല്ല രീതിയിൽ കയറി തന്നെ നിന്നു. മനസ്സിലായായിരുന്നോ? നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റൊക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഹൈലൈറ്റ് മാത്രമാണ് കട്ടായി പോയത്. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഈ പിവറ്റ് നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഇതിലുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ് മൊത്തം അങ്ങ് ഡൗൺ ആവുകയും അതുപോലെ തന്നെ അതിലുള്ള ഷാഡോയും മിഡ് ടോണുകളും എല്ലാം എന്ത് ചെയ്തു, ഇൻക്രീസായി നല്ലൊരു ഈവൺ കളറിലോട്ട്, ഒരു ഈവൺ ലൈറ്റിലോട്ട് ഈ ഒരു വീഡിയോ മാറി. ഇപ്പം മനസ്സിലായോ? ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതേ സെറ്റപ്പ് തന്നെയാണ്. അതായത് ഇവിടെ നേരത്തെ എന്താ നമ്മൾ ഈ ഒരു പിവറ്റ് നമ്മൾ നോർമലാക്കുവാണെങ്കിൽ, ഞാൻ പിവറ്റ് നോർമലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 2 കളറും ഈവൺ ആയിട്ട് കയറി വരുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും ഈവൺ ആയിട്ട് കയറി വരുന്നുണ്ട്. അത് നമ്മുടെ വീഡിയോയിലും എങ്ങനെയാണ്? അപ്പം ഹൈലൈറ്റും ബ്ലാക്കും ഒരേപോലെ കയറി വരും പിവറ്റ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ. പിവറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നമ്മൾ ഏത് സെക്ഷൻ, അതായത് പിവറ്റിൻ്റെ പോയിന്റ്, അതായത് ഈ സെൻറ്ററിൽ കിടക്കുന്ന പിവറ്റിനെ നമ്മൾ വലതോട്ട് നീക്കുമ്പോഴത്തേക്കും ബ്ലാക്കിനും, അതായത് ഷാഡോയ്ക്കും മിഡ് ടോണിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അത് വർക്കാവുന്നത്, നമ്മുടെ കോൺട്രാസ്റ്റ് വർക്കാവുന്നത്. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള വൈറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കോൺട്രാസ്റ്റ് വർക്കാവുന്നത്. ഇത് തന്നെയാണ് ഈ വീഡിയോയിലും സംഭവിച്ചത്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ഒട്ടുമില്ലാത്തൊരു വീഡിയോ ആണ് കൊണ്ടുവച്ചെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പിവറ്റ് നമ്മൾ വലതോട്ട് ഇൻക്രീസ് ചെയ്തതിന് പകരം നമ്മൾ മൈനസ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോയും കൂടി എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാനിതിൽ കോൺട്രാസ്റ്റ് കൂട്ടുവാണേ, നോക്കിക്കോളൂ. കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റുന്നു? ഒരു വൃത്തിയായിട്ട് ആ ഡാർക്ക്നെസ് തന്നെ പിന്നും കയറി വരുന്നു. ഹൈലൈറ്റ് പുറകിലുണ്ട്, പക്ഷേ വീഡിയോയ്ക്ക് ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് വീണ്ടും വൃത്തിയായിട്ടൊരു ഡാർക്കായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പിവറ്റിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ഇത് പതുക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുക, പതുക്കെ താഴ്ത്തുക. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഇവിടെയൊക്കെ നല്ല ലൈറ്റ് കയറി വരുന്ന കാണാൻ പറ്റും. ഒന്ന് ഓവറായിട്ട് ചെയ്ത് കേട്ടോ, ഒരു ലിമിറ്റ് ഇട്ട് വേണം എപ്പോഴും ചെയ്യാൻ. നോക്കി വേണം ചെയ്യാം കേട്ടോ, വീഡിയോ നോക്കി പതുക്കെ ചെയ്യുക. കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് പിവറ്റ് ഒന്ന് ശകലം ഒന്ന് കൂട്ടി കൊടുക്കാം. കണ്ടോ? ഈ ഒരു വീഡിയോ ഞാൻ ആഫ്റ്റർ ബിഫോർ നോക്കാം നമുക്ക്. കണ്ടോ? ഇങ്ങനെ ഇരുന്നാണ് നമ്മളിങ്ങനെ ആക്കി. ഇപ്പോൾ പിവറ്റ് ഉപയോഗിച്ചില്ല എന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? പിവറ്റ് 400 ആക്കാം നമുക്ക്. പോയിന്റ് 400 ആക്കി കൊടുത്താലോ? കണ്ടോ? ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ പിവറ്റ് നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ് ബാലൻസ്ഡ് ആയി. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു കോൺട്രാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ പിവറ്റുമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തമ്മിൽ വർക്കാവുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പിവറ്റിനെ വെറുതെ വിടരുത്, അവനെയും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ചെറിയൊരു ടിപ്പാണെന്ന് അറിയാം. നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എൻ്റെ വീഡിയോയിൽ പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.